ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഓറിയന്റൽ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായി എന്നുള്ള വാർത്ത. ആ വാർത്തയെ തുടർന്ന് പരിഭ്രാന്തരായ ഇന്ത്യൻ ഓർത്തഡോക്സ് സാമൂഹ്യ മാധ്യമ പോരാളികളും തൊഴിലാളികളും ഓവർ ടൈം പണിയെടുത്ത് അതങ്ങനെയല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടത്തി. അതേപറ്റിയാണ് അല്പസമയം ചിന്തിക്കുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മാധ്യമ ഹിജടകൾ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമ പേജുകളിലും മറ്റ് ഇതര പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ അവർ ചെയ്തു. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്ന്, ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ നിക്കോളാസ് തിരുമേനിയുടെ ഒരു ലഘു വീഡിയോയാണ്. അഭിവന്യ സക്കറിയാസ് മാർ നിക്കോളാസ് തിരുമേനിയെ പോലെയുള്ള ഒരാളും മറ്റും വന്ന് ഇതിനൊരു വിശദീകരണമൊക്കെ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം അത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ, തിരുമേനിക്കും അറിയാവുന്ന പോലെ, തിരുമേനി ഒരിക്കലും ഓറിയന്റൽ കൂട്ടായ്മയിലുള്ള ആളല്ലെന്ന് തിരുമേനിക്കും അറിയാം, നമുക്കെല്ലാം അറിയാം. പിന്നെ ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു വിശദീകരണം. ഏതായാലും അദ്ദേഹം കൊടുത്ത വിശദീകരണം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. കൈറോയിൽ കൂടിയ മധ്യപൂർവ്വ ദേശത്തെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാതലവന്മാരുടെ യോഗം സംബന്ധിച്ചുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. പുറത്തു വന്ന വാർത്ത ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയില്ല, അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമില്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ വിശ്വാസം. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്, അങ്ങനെ ഒരു സംഘടനയില്ല. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് വി ബിലോങ് ടു ഓറിയന്റൽ ഓർത്തഡോക്സ്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ കായംകുളം കാതീശ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആമേലച്ചൻ കഴിഞ്ഞ മാസം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല, അസ്തിത്വമില്ല. അല്ലെങ്കിൽ അഭിവന്യ തിരുമേനി പറഞ്ഞാലും എന്താണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഐഡന്റിറ്റി? നിക്കോളാസ് തിരുമേനിക്ക് പറയാമല്ലോ. അമേരിക്കയിലാണ് അങ്ങ് താമസിക്കുന്നത്, ഞാനും ഇവിടെയാണ് താമസിക്കുന്നത്. ദിസ് ഈസ് ദ ഹോം ഓഫ് ദ ഫ്രീ ആൻഡ് ലാൻഡ് ഓഫ് ദ ബ്രേവ്, അല്ലെ ലാൻഡ് ഓഫ് ദ ഫ്രീ ആൻഡ് ഹോം ഓഫ് ദ ബ്രേവ്. അപ്പൊ ഇത് സ്വതന്ത്രരുടെ ഭൂമികയാണ്, ധീരന്മാരുടെ ഭവനമാണ്. അപ്പൊ ആ ധീരതയും ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പറയൂ, എന്താണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു എക്ലീഷ്യാസ്റ്റിക്കൽ ഐഡന്റിറ്റി? എന്താണ് ഇന്ത്യൻ ഓർത്തഡോക്സ്? അങ്ങയുടെ കീഴിലുള്ള ആടുകളോട് പറയണ്ടേ, വാട്ട് ഈസ് ദ എക്ലീഷ്യാസ്റ്റിക്കൽ, വാട്ട് ഈസ് യുവർ എക്ലീഷ്യാസ്റ്റിക്കൽ ഐഡന്റിറ്റി? അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. ഇദ്ദേഹം പറയുന്ന ന്യായീകരണം നമുക്ക് കേൾക്കാം. വിശ്വാസത്തിലുള്ള വ്യത്യസ്ത സഭകൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നു. ഇവരെ ഒന്നിപ്പിക്കുന്ന ഏക ഘടകം അവര് ഉൾക്കൊണ്ടിരിക്കുന്ന സഭയുടെ വിശ്വാസം മാത്രമാണ്. എന്നാൽ മറ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സിനെ പറ്റി കേൾക്കണ്ട, നമുക്ക് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയെ ഒന്നിപ്പിക്കുന്ന ഘടകം എന്തോ ഘടകം അവരുടെ വിശ്വാസം മാത്രമാണ്. 1931 മുതൽ നിരന്തരമായിട്ട് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഏതൊരു വിശ്വാസത്തിന് വേണ്ടി പ്രതിരോധത്തിലായോ, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ ഏതൊരു വിശ്വാസത്തിന് വേണ്ടി ഉപദ്രവിക്കപ്പെട്ടോ പീഡിപ്പിക്കപ്പെട്ടോ, ഏതൊരു വിശ്വാസത്തിന് വേണ്ടി അവർ അടിയും ആക്ഷേപവും സഹിച്ചു, ഏതൊരു വിശ്വാസത്തിന് വേണ്ടി അവർ കൊള്ളയടിക്കപ്പെട്ടു, ഏതൊരു വിശ്വാസത്തിന് വേണ്ടി അവർ നാട് കടത്തപ്പെട്ടു, ഏതൊരു വിശ്വാസത്തിന് വേണ്ടി അവർ ജീവൻ ബലി നൽകേണ്ടി വന്നു, ആ വിശ്വാസം, ആ സത്യവിശ്വാസം ഏതാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ഏക സ്വഭാവം എന്നുള്ള ആ ഒരു സത്യവിശ്വാസമാണ്. ആ സത്യവിശ്വാസത്തെ എതിർക്കുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ഞങ്ങൾക്ക് വിയോജിപ്പില്ലെന്നും നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഞങ്ങളുടേതെന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് എഴുതി കൊടുക്കുകയും അവിടെ നിന്ന് കാലാകാലം അതിനൊക്കെ തുകകൾ കൈപ്പറ്റുകയും ചെയ്ത ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എങ്ങനെ ഓറിയന്റൽ ഓർത്തഡോക്സിലാകും? ഇപ്പൊ ഇവിടെ തിരുമേനി തന്നെ പറഞ്ഞു നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം വിശ്വാസമാണെന്ന്. പക്ഷേ ആ വിശ്വാസത്തെ നിങ്ങൾ തള്ളിയിരിക്കുന്ന സ്ഥിതിക്ക് വിശ്വാസ സംബന്ധമായും ഓറിയന്റൽ കൂട്ടായ്മയിൽ നിങ്ങൾ അംഗമല്ല, നിങ്ങൾക്ക് ആകാൻ കഴിയില്ല. ബാക്കി കൂടെ കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം പറയാം. സ്വതന്ത്ര സഭകളാണെങ്കിൽ പോലും അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായി എക്യുമെനിക്കൽ പേട്രിയാർക്കും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഓറിയന്റൽ സഭകൾക്ക് അങ്ങനെ ഒന്നുമില്ല. എന്നാൽ മലങ്കരയിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നിക്കിയ സിനോദോസ് കൂടി മലങ്കര സഭയെ പുറത്താക്കി എന്നുള്ള മറ്റുള്ള രീതിയിലാണ് പലരുടെയും പ്രതികരണങ്ങൾ കേട്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ സർവ്വസ്വതന്ത്രമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത സഭകളാണ്. അവരെ ഒന്നിപ്പിക്കുന്ന ഘടകം അവരെ ഏറ്റെടുത്തിരിക്കുന്ന നിലനിൽക്കുന്ന വിശ്വാസം മാത്രമാണ്. അവരെ പരസ്പരം പുറത്താക്കുവാനോ ഒന്നും ആർക്കും കഴിയുന്നതല്ല. പിന്നെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. എന്നാൽ 74 മുതലുള്ള ആ ഒറ്റപ്പെടുത്തലുകളുടെ ശ്രമങ്ങളെ അതിജീവിച്ച് തന്നെയാണ് ഈ സഭ നിലനിന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭീതിപ്പെടേണ്ട എന്ന് ആദ്യമേ ഓർപ്പിച്ചുകൊള്ളട്ടെ. പിന്നെ കേരളയിൽ കൂടിയത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ തലവന്മാരുടെ യോഗമല്ല, മധ്യപൂർവ്വ ദേശത്തുള്ള, അതായത് ഈജിപ്ത്, സിറിയ, ലെബനോൻ എന്നീ സ്ഥലങ്ങളിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ തലവന്മാരുടെ ഒരു യോഗം മാത്രമായിരുന്നു. അവിടെ വെച്ച് അവർ പൊതുവെ ചർച്ച ചെയ്യുന്നത് ആ പ്രദേശത്ത് ഈ സഭ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമാണ് പൊതുവെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇപ്രാവശ്യം സിറിയൻ സഭയുടെ താല്പര്യപ്രകാരം ഈ വിഷയത്തിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായി. അതിൽ നിന്നുണ്ടായ ചില
കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംഭവിച്ചത്. ഇത് മലങ്കര സഭയെ ഒറ്റപ്പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടത് വികാരപരമായിട്ടല്ല, വളരെ സമചിത്തതയോടുകൂടി മാത്രം പ്രതികരിച്ചാൽ മതി. അതോടൊപ്പം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ ഭീഷണിക്കോ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലോ ബലഹീനപ്പെടുന്ന ഒരു സഭയല്ല മലങ്കര ഓർത്തഡോക്സ് സഭ. അത് അതിന്റെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുകയും അത് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളോട് വികാരപരമായി പ്രതികരിക്കാതിരിക്കുക. കാളപെട്ടെന്ന് കേൾക്കുമ്പോൾ കയറും തൊട്ടിയുമായിട്ട് ഓടേണ്ട കാര്യമില്ല എന്ന് മാത്രം ഓർപ്പിക്കുന്നു. പ്രിയ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഈ ചെറിയ സ്തുതിയായിട്ടിരിക്കട്ടെ, പ്രിയ ദൈവത്തിന് സ്തുതിയായിട്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, തിരുമേനി പറഞ്ഞ് നിങ്ങൾ കേട്ടോ, നിങ്ങൾ ആരും പരിഭ്രമിക്കണ്ട, എല്ലാവരും ശാന്തരാകുക. എല്ലാവരും ശാന്തരാകൂ. അതായത് ഈ പറഞ്ഞു വെച്ച ഇതാണ്, നിങ്ങൾ ആരും വികാരപരമായിട്ടൊന്നും പ്രതികരിക്കണ്ട, പ്രതികരിച്ചിട്ട് കാര്യമില്ലടാ മക്കളെ, നമുക്കതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇപ്പൊ നിക്കോളാസ് തിരുമേനി പറഞ്ഞ് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് അത് മധ്യപൂർവ്വ ദേശത്തെ ചില ആളുകൾ അവിടെ കൂടി ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മ നമ്മുടെ നിക്കോളാസ് തിരുമേനിയുടെ മൂക്കിന് കീഴെ കൂടി. നിക്കോളാസ് തിരുമേനി അവിടെ കണ്ടിട്ടില്ല. നിക്കോളാസ് തിരുമേനി എന്നല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ആരെയും കണ്ടിട്ടില്ല. ഞാനത് പോസ്റ്റ് ഇട്ടായിരുന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ലല്ലോ. ഞാൻ അത് പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പം ആ പോസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാണ് ഫേസ്ബുക്കിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. ഇതുണ്ടോ, ഏപ്രിൽ 25 ഷെയർ ചെയ്തിരിക്കുന്നതാണ്. വടക്കേ അമേരിക്കയിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഐക്യവേദിയുടെ മീറ്റിംഗ് ന്യൂയോർക്കിൽ നടന്നു. ഇതുണ്ടോ, ഇപ്പൊ നോർത്ത് അമേരിക്കയിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഐക്യവേദിയുണ്ട്. ആ ഐക്യവേദിയുടെ മീറ്റിംഗ് എന്ന് നടന്നു? ന്യൂയോർക്കിൽ നടന്നു. വടക്കേ അമേരിക്കയിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഐക്യവേദിയുടെ മീറ്റിംഗ് ന്യൂയോർക്കിൽ നടന്നു. ഈ നിക്കോളാസ് തിരുമേനി ന്യൂയോർക്കിലാണുള്ളത്. അങ്ങ് മധ്യപൂർവ്വ ദേശത്ത് നടന്നു. പക്ഷെ ന്യൂയോർക്കിൽ ഇദ്ദേഹത്തിന്റെ മൂക്കിന് കീഴെ ഓറിയന്റൽ സഭാപിതാക്കന്മാർ ഇങ്ങനെ ഒരു യോഗം ചേർന്നിട്ട് ഇദ്ദേഹം ഇല്ല. എന്താണ് ഇദ്ദേഹം ഇല്ലാത്ത ഇതിനകത്ത്? അത് തിരക്കണ്ടേ? അപ്പൊ ക്രിസ്തീയ സഭകൾ, പ്രത്യേകിച്ച് ഓറിയന്റൽ ഒരേ വിശ്വാസം പുലർത്തുന്ന സഭകളുടെ തലവന്മാർ, ന്യൂയോർക്കിലുള്ള അമേരിക്കയിലുള്ള ആ സഭകളുടെ അധ്യക്ഷന്മാർ ഒരുമിച്ച് പതിവായിട്ട് അവർ ഒത്തുചേരുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ദിവ്യബലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് മുടക്കം കൂടാതെ നടന്നു വരുന്നതാണ്. ഇത് ഏപ്രിൽ മാസത്തിൽ നടന്ന യോഗത്തിന്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രതിനിധികളോ നിങ്ങളുടെ മെത്രാന്മാരോ ഈ കൂട്ടായ്മയിലില്ല. നിങ്ങൾ ഓറിയന്റൽ കൂട്ടായ്മയിലില്ല. അതിന്റെ ഒരു തെളിവാണ് ഞാൻ കാണിക്കുന്നത്. ഇനി മറ്റൊരു തെളിവ്, ഇപ്പൊ നമ്മൾ ഏപ്രിൽ 25 നടന്ന മീറ്റിംഗിലാണ് ഞാനിട്ടത്. ഇനി നിങ്ങൾക്ക് വേറൊരു ഇത് ഞാനിടാം. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇത് ബിഷപ്പ് ടൈറ്റസ് എൽദോ മാർ തീത്തോസ് തിരുമേനിയുടെ, നമ്മുടെ ന്യൂയോർക്കിൽ തന്നെയുള്ള യാക്കോബായ സഭയുടെ തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ഒക്ടോബർ 19, 2024. അത് കഴിഞ്ഞ ഒക്ടോബർ 19 ന്യൂയോർക്കിൽ തന്നെ, ഇത് ന്യൂയോർക്കിലാണ് നടക്കുന്നത്, ന്യൂയോർക്കിൽ തന്നെ നടക്കുന്ന ഒരു കോൺ സെലിബ്രേഷൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കണ്ട ആളുകൾ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനെ കാണാൻ അവർ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസം അമേരിക്കയിലുള്ള ഓറിയന്റൽ സഭകള് അവരുടെ അധ്യക്ഷന്മാർ, പിതാക്കന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നൊരു ദിവ്യബലി അർപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഇപ്രാവശ്യം സുറിയാനി സഭയുടെ ലിറ്റർജി ഉപയോഗിച്ചായിരുന്നു കുർബാന ചൊല്ലിയത്. ഓരോ വർഷം ഓരോ സഭയുടെയാണ്. ഇപ്പൊ അടുത്ത വർഷമുണ്ട്. അടുത്ത വർഷം ഇത് കഴിഞ്ഞ 24-ലാണ്. ഇനി 2025 ഈ വർഷം ഒക്ടോബറിലുണ്ട്. അപ്പൊ ഇതിങ്ങനെ മാറി മാറി വിവിധ സഭകളുടെ ലിറ്റർജി വെച്ചാണ്. ഈ വർഷം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജി ഉപയോഗിച്ച് കുർബാന ചൊല്ലി, അടുത്ത വർഷം അർമീനിയൻ ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജി ഉപയോഗിച്ച് കുർബാന ചൊല്ലും, അതിന്റെ അടുത്ത വർഷം എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജി ഉപയോഗിച്ച് കുർബാന ചൊല്ലും. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ചാണ് ആ കുർബാന ചൊല്ലുന്നത്. ഒരുമിച്ച് ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരും ആവുക എന്നുള്ള ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റ്. അപ്പൊ സഭകളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഒരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമാണ്. ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്തോളം, അല്ല ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിൽ അർത്ഥമില്ല. കൊണ്ട് എവിടെ കണ്ടില്ല സമ്മാനം കൊടുക്കുക. ഇപ്പൊ മാർപ്പാപ്പയെ കൊണ്ട് തടിയിൽ തീർത്ത തിരുവാതിര തോണിയുടെ ഒരു ശില്പം, അല്ലെങ്കിൽ ഒരു കഥകളി രൂപം, അല്ലെങ്കിൽ കേരളത്തിന്റെ പരമ്പരാഗത കളരിപ്പയറ്റിന് ഉപയോഗിക്കുന്ന ഒരു വാളിന്റെ മിനിയേച്ചർ പതിപ്പ്, അല്ലെങ്കിൽ തടിയിൽ കൊത്തിയ കുരിശ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറന്മുള കണ്ണാടി, മാർപ്പാപ്പയ്ക്ക് ഒരു ആറന്മുള കണ്ണാടി, എന്നിട്ട് ഇളിച്ചു പിടിക്കുക, ഒരുമിച്ച് ഫോട്ടോ എടുക്കുക. അതൊന്നുമല്ല സഭകളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ. ഈ തടിയിൽ തീർത്ത ആറന്മുള കണ്ണാടിയോ തിരുവാതിര തോണിയോ
ഒന്നും കൊണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട്, ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതല്ല, ഒരുമിച്ച് ഒരു ബലി അർപ്പിക്കണം, ഒരുമിച്ച് കുർബാന ചൊല്ലണം. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ന്യൂയോർക്കില്. നമ്മുടെ ഇപ്പൊ ഈ വീഡിയോയിൽ വന്ന് പ്രിയപ്പെട്ടവർ നിങ്ങൾ ആരും വികാരഭരിതരാകരുതെന്നൊക്കെ പറഞ്ഞ നമ്മുടെ നിക്കോളാസ് തിരുമേനിയുടെ മൂക്കിന് താഴെയാണ് ഈ ഓറിയന്റൽ സഭയിലെ പിതാക്കന്മാർ എല്ലാ വർഷവും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. ഞാൻ നിക്കോളാസ് തിരുമേനിയെ കണ്ടില്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ആരെയും കണ്ടില്ല. ഈ അപ്രം തിരുമേനി, ഇപ്പോൾ പ്രതിരോധത്തിലായ അപ്രം തിരുമേനിയുണ്ട്, അടൂര് കടമ്പനാട്. ഒന്നാമത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഈ ഭദ്രാസനങ്ങൾക്കൊക്കെ ഈ ബസിന്റെ ബോർഡ് പോലെ പേരിടുന്നതിനാണ് എനിക്ക് മനസ്സിലാകുന്നത്. അടൂര് കടമ്പനാട്, തിരുവല്ല ചെങ്ങന്നൂര്, കൊട്ടാരക്കര കായംകുളം, ഇങ്ങനെയൊക്കെയാണോ ഭദ്രാസനത്തിന്റെ പേരിടേണ്ടത്? ഒരു സ്ഥലത്തിന്റെ പേരിട്ടാ പോരെ? അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളൂ, ഒരു നല്ല തമാശ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ ഭദ്രാസനത്തിന്റെ പേരിടുന്നത്? പ്രൈവറ്റ് ബസ്സിന് ബോർഡ് വെക്കുന്നതല്ലേ അടൂര് കടമ്പനാട്. അപ്പൊ ഏതായാലും അടൂര് കടമ്പനാട് ഭദ്രാസനത്തിന്റെ ഈ അഫ്രൻ തിരുമേനി ഈ ഹ്യൂസ്റ്റണിൽ ഇരുന്നാണ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ. അന്ന് അദ്ദേഹം ഇരുന്ന സമയത്ത് എനിക്കൊരു പ്രോമിസ് ഒക്കെ തന്നതാണ്. അത് അദ്ദേഹം പ്രോമിസ് കീപ്പർ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട്, അദ്ദേഹത്തിന് ഇനി വേണമെങ്കിലും അതിനൊരു അവസരം ഉണ്ട് കേട്ടോ. തിരുമേനി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കോവിഡിന്റെ സമയത്ത് ഈ എക്കാറയെ പറ്റി എക്കാറയുടെ 8 നിറങ്ങൾ എൻ്റെ കൂടെ ലൈവിൽ വന്ന് പാടാന്നൊക്കെ തിരുമേനി സമ്മതിച്ചു. പിന്നെ അത് പറ്റിയില്ല. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന യൂഷനിലുണ്ടായിരുന്ന അപ്പൊ അദ്ദേഹം ഈ പല പ്രാവശ്യം ഈ കോൺ സെലിബ്രേഷൻ വാർത്ത കണ്ട് ആത്മനിന്ദ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയിലെ ഒരു മെത്രാനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം സുറിയാനി സഭയുടെ ലിറ്റർജി ഉപയോഗിച്ച് കുർബാന ചൊല്ലുന്നു. പക്ഷെ നോ യൂസ്. സുറിയാനി സഭയുമായിട്ട് കൗദാശിക സഹകരണമുള്ള ഓറിയന്റൽ സഭകളുടെ ബിഷപ്പുമാരെല്ലാം ചേർന്ന് ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ ഇവർക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെ ആരും പുറത്താക്കിയെന്ന് നമ്മൾ പറയുന്നില്ല, പുറത്താക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ വൈമനസ്യമാണ്, അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. എന്താണ് നിങ്ങളെ തടയുന്നത്? ഈ സഭകളുടെ കൂട്ടായ്മയിലേക്ക്, ബിഷപ്പുമാരുടെ ഐക്യ വേദിയിലേക്ക്, ഒരുമിച്ചുള്ള ബലിയർപ്പണത്തിലേക്കൊക്കെ പോകാൻ പറ്റാതെ നിങ്ങളെ തടയുന്നത് എന്താണ്? നിങ്ങളെ തടയുന്നത് ദുരയാണ്. ദുര എന്ന് പറഞ്ഞാൽ ആ തമിഴൻ ദുരൈ, ആ ദുരയല്ല, ദുരൈസ്വാമി അല്ല. ദുര എന്ന് പറഞ്ഞാൽ മലയാളം വാക്കാണ്, ദ്രവ്യാഗ്രഹമാണ്, പണക്കുതിയാണ്. യാക്കോബായക്കാരന്റെ പൈതൃകമായ സമ്പത്ത് അപഹരിക്കുവാനുള്ള അമിതമായ ദുര. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ചെയ്യുന്ന എന്താണ്? അതുകൊണ്ട് ആരെയും കാണുന്നില്ല, ആർക്കും മുഖം കൊടുക്കുന്നില്ല, സ്വയം ഉൾവലിയുകയാണ്. അതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് സംഭവിക്കുന്നത്. നിങ്ങളെ എലിനേറ്റ് ചെയ്യുന്നു, നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോ നിക്കോളാസ് തിരുമേനിയുടെ ആ വീഡിയോ സന്ദേശത്തിൽ നമ്മൾ കേട്ടു, മലങ്കര ഓർത്തഡോക്സ് സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ ഒറ്റപ്പെടുത്താൻ പലരും ശ്രമിച്ചു. ആരാണ് ശ്രമിച്ചത്? ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ തന്നെയാണ്, വേറെ ആരും ശ്രമിച്ചിട്ടില്ല. എന്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ അന്ത്യോക്യൻ പാത്രിക്കീസോ അലക്സാണ്ട്രിയൻ പാത്രിക്കീസോ അവരാരും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ സ്വയം ഉൾവലിയുകയാണ്, നിങ്ങൾ സ്വയം മാറുകയാണ്. പൊതുവേദികളിൽ നിന്ന്, ആള് കൂടുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം ഉൾവലിയുകയാണ്. കാരണം മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വയം മാറുകയാണ്. അപ്പൊ തിരുമേനിയുടെ ആ ഒരു പ്രസ്താവന ഒരിക്കലും ശരിയല്ല, സ്വയം ഉൾവലിഞ്ഞതാണ്. എന്തുകൊണ്ട് ഈ കോൺ സെലിബ്രേഷനിൽ നിങ്ങൾക്ക് പങ്കെടുത്തുകൂടാ? 2025 കോൺ സെലിബ്രേഷൻ ഉണ്ട് നമുക്ക് ന്യൂയോർക്കിലെ. തിരുമേനിക്ക് പങ്കെടുക്കാമല്ലോ, എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോ ഇത് കേവലം കെയ്റോയിൽ കൂടിയ അങ്ങനെ നമ്മൾ ചുരുക്കി കാണുന്നതിൽ അർത്ഥമില്ല. നിക്കിയ സുന്നോദോസ് നടക്കുമ്പോൾ 2 പാത്രിയർക്കീസുമാരേ ഉള്ള അവിടെ, അലക്സാണ്ട്രിയൻ പാത്രിക്കീസും അന്ത്യോക്യൻ പാത്രിയർക്കീസും. അതിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് ഒസ്താത്യോസ് ആയിരുന്നു നിക്കിയ സുന്നോദോസിന്റെ അധ്യക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, റോമിൽ നിന്ന് വളരെ പരിമിതമായ ഒരു പ്രാതിനിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോമൻ പാത്രിക്കീസ് പേഴ്സണലി പങ്കെടുത്തിട്ടുമില്ല. ആ നിക്കിയ സുന്നോദോസിന്റെ ഒരു പൈതൃകവും ഒരു പാരമ്പര്യവും ഈ 2 സഭകൾക്കാണ് മുഖ്യമായിട്ടും അവകാശപ്പെടുന്നത്. ഷുവർലി റോമൻ ചർച്ചിന് അവകാശപ്പെടാൻ റോമൻ ചർച്ചും റോമൻ ചക്രവർത്തി സിനോദോസിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ ചർച്ചിനും ആ പൈതൃകമുണ്ട്. ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള ഒരു പാരമ്പര്യവും പൈതൃകവും സുറിയാനി സഭയുടെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് ഒരിക്കലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് വൈമനസ്യമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗങ്ങൾക്ക് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങളെ തുറിച്ചു നോക്കുക, മനസ്സിലായി? പലപ്പോഴും നമ്മൾ നഗ്നരാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ക്രൂരമായ ഒരു യാഥാർത്ഥ്യമാണിത്. അപ്പൊ അത് തിരുമേനി ഇപ്പൊ കുറച്ചൊക്കെ അത് നിങ്ങൾ ആരും വികാരം കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞത് കാരണം വികാരം കൊള്ളാൻ മാത്രമുള്ള ഒരു വലിയ വിഷയമാണ്. ഈ ആളകത്ത് മരിച്ചു കിടക്കുമ്പോൾ ഡോക്ടർ പുറത്തു വന്ന് ബന്ധുക്കളോട് ഒരു സംസാരമുണ്ട്. അകത്ത് രോഗി മരിച്ചു, എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ആ ഒരു മുഖഭാവവും ആ ഒരു രീതിയും ഒക്കെയാണ് തിരുമേനിയുടെ ഈ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇന്ത്യൻ ഓർത്തഡോക്സായിട്ട് പറയണം, ആരും കരയണ്ട, വിഷമിക്കണ്ട,
എന്ന് പറയുകയാണ്. എത്ര മോശമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ഇതൊരു ജോയിന്റ് ഡിക്ലറേഷനാണ്. ആ ജോയിന്റ് ഡിക്ലറേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഇവരിത് ചർച്ച ചെയ്തതോ ഇവരിത് ആലോചിച്ച് പ്രഖ്യാപിച്ചൊന്നുമല്ല, മറിച്ച് ഇത് അതിനകത്ത് ഭംഗ്യന്തരേണ അത് വന്നപ്പോ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതിനകത്ത് അത്രയും അർത്ഥമുള്ളൂ. അത് നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാമെന്നും ഇങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട് എന്നും നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോ ഇന്നലെ ആരോ ഒരാള് എഴുതി അത് ചുമ്മാ ഫേക്കാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ. അതൊക്കെ സ്വയമായിട്ട് ആശ്വസിക്കാം എന്ന് മാത്രം, അല്ല അതൊരിക്കലും ഫേക്ക് ആകുന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലാതാകുന്നുമില്ല. കാരണം ഇത് പണ്ട് മുതലേ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന വിഭാഗം ഈ ഓറിയന്റൽ കൂട്ടായ്മയിൽ ഇല്ല. പിന്നെ സമയം കിട്ടുമ്പോൾ ആരും ഇല്ലാത്തപ്പം ഈ ഓറിയന്റൽ സഭയിലെ വിവിധ സഭകളുടെ പിതാക്കന്മാരുടെ ഒക്കെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുക, അവരുടെ ചടങ്ങുകളിലൊക്കെ വിളിക്കാതെയൊക്കെ പോയി പങ്കെടുക്കുക, ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ച് അത് ദഹിപ്പിക്കാം എന്ന് കരുതുന്ന വിധത്തിലുള്ളൊരു മൗഢ്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് എത്ര ഫോട്ടോ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇതുണ്ടോ ഈ ജോയിന്റ് ഡിക്ലറേഷന്റെ കീഴെ പോപ്പ് തൗദോറോസ് സെക്കൻഡ്, പോപ്പ് ഓഫ് അലക്സാണ്ട്രിയൻ പാട്രിയർക്ക്, മോർ ഇഗ്നേഷ്യസ് അഫ്രൻ സെക്കൻഡ്, കാതോലിക്ക സാരാമൺ, ഇവരെല്ലാം ഒപ്പുവെച്ച ഒരു ജോയിന്റ് ഡിക്ലറേഷനാണ്. ഇവർ ചർച്ച ചെയ്തത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പുറത്താക്കിയിട്ടില്ല. മറിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഒരു സെക്ട് മാത്രമാണെന്നും ആ സെക്ടിന് നമ്മുടെ റിസ്റ്റോർ ചെയ്യപ്പെടാൻ, അതായത് യഥാർത്ഥ സഭാ കൂട്ടായ്മയിലേക്ക് റീജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ലെറ്റ് us ഹാവ് എ ഡിസ്കഷൻ, അത് മാത്രമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഓൾറെഡി ഉള്ള ബോധ്യമാണ്. ഇവർ സെക്ടേറിയൻസ് ആയതുകൊണ്ട് അവരെ കാണുമ്പോഴേക്കും കുഷ്ഠരോഗി ആട്ടി ഓടിക്കുന്ന പോലെ ആട്ടി ഓടിക്കോ പോയെന്ന് പറയുമൊന്നും ചെയ്യത്തില്ല. അവർ സ്വീകരിക്കും, വേണ്ടി വന്ന ഒരു പോഞ്ഞി വെള്ളം കൊടുക്കും, പോരാൻ നേരത്തൊരു ഫോട്ടോ എടുക്കും, അത്രേ ഉള്ളൂ. അതിപ്പോ ഈ ആര് എന്നാൽ ഇപ്പം അമൃതാനന്ദമായി ചെന്നപ്പോ പോപ്പ് ഫ്രാൻസിസ് സ്വീകരിച്ചു, ഒരുമിച്ച് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ അമൃതാനന്ദമയും പോപ്പ് ഫ്രാൻസിസുമായിട്ട് കൗദാശിക സഹകരണമുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അപ്പം ഏത് വിഭാഗത്തിൽ നിന്ന് ആര് എന്നാലും അവരുടെ അടുത്ത് ചെല്ലുന്നവരെ സ്വീകരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ കാര്യമില്ല, ഒരുമിച്ചുള്ള ഒരു ബലിയർപ്പണമാണ് ഐക്യത്തിന്റെ ഇടം. അതുകൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് IOC പിള്ളേർ ചീത്ത വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ച് ഈ കോപ്റ്റിക് സഭാ കൂട്ടായ്മയിലുള്ള സഭകളുമായിട്ട് ഒരുമിച്ച് ഒരു ബലിയർപ്പണം സാധ്യമാക്കൂ, ഒരുമിച്ച് കുർബാന അർപ്പിക്കുക. ന്യൂയോർക്കിലെ ഒരുമിച്ച് കുർബാന അർപ്പിക്കുക. കുർബാന അർപ്പിച്ചിട്ടാണ് ഐക്യം ഉണ്ടാക്കേണ്ടത്, അല്ലാതെ കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചിട്ടോ ഒരുമിച്ചുള്ള ഫോട്ടോ കാണിച്ചിട്ടോ ഒന്നും അർത്ഥമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ ഉരിഞ്ഞു മാറ്റിയതാണ്, നിങ്ങളെ ആരും പുറത്താക്കിയതല്ല, നിങ്ങൾ സ്വയം പുറത്തു പോയതാണ്. നിങ്ങളെ ആരും അകറ്റി വിട്ടതോ ആട്ടി ഓടിച്ചതല്ല, നിങ്ങൾ സ്വയം അകന്നകന്ന് പോയതാണ്. നിങ്ങൾ അകന്നു പോയതിന്റെ കാരണം നിങ്ങളുടെ ദ്രവ്യാഗ്രഹമാണ്, അവരന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം എന്നുള്ള അത്യാഗ്രഹമാണ് നിങ്ങൾക്ക് നിലനിൽപ്പ് അസാധ്യമാക്കി തീർത്തത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കാരണം നിങ്ങൾക്ക് മറ്റു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. യാക്കോബക്കാരന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവരും അവരുടെ മെത്രാന്മാരും മറ്റു സഭാ അധ്യക്ഷന്മാരെ കാണുമ്പോൾ ചെല്ലുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ഒരുമിച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമില്ല എന്ന് പഴഞ്ചൊല്ല് പറയുന്നത് പോലെ അത്രേ ഉള്ളൂ. അപ്പം അല്ലാതെ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് അശുദ്ധരോ അകറ്റി നിർത്തേണ്ടവരോ ഒന്നുമല്ല, അവർക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവർ സ്വയം അകന്ന് മാറുന്നു. സ്വയം അകന്ന് മാറിയിട്ട് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ മാധ്യമങ്ങൾ ചില TV ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നു. ആ ചാനലുകളിൽ വിളിച്ചിട്ട് ഇവർ അവർ കൊടുക്കുന്ന വാർത്ത ഇടും, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ടുള്ള പരാമർശം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ പിൻവലിച്ചു. ഒരു വലിയ വാർത്തയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ട് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ഒരു പരാമർശവും നടത്തിയില്ലല്ലോ, പിന്നെ എങ്ങനെ പിൻവലിക്കുന്നേ? ഇത് പറഞ്ഞ മനസ്സിലായി. അതായത് ഇത് ഞാനാണ് പറഞ്ഞത്, ഈ പറഞ്ഞ ഈ ജോയിന്റ് ഡിക്ലറേഷൻ എടുത്തു വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ടൈം ലൈൻ നോക്കിക്കോ. ഞാനത് പറയുന്നതിന് മുമ്പ് ഈവൻ യാക്കോബായ തീവ്രവാദ ഗ്രൂപ്പായ പടക്കുതിര എന്ന് പറഞ്ഞ പത്രോസിന്റെ പടക്കുതിര എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിപ്പോലും ഇല്ല. ഞാൻ അതിനകത്ത് പോയി നോക്കി അവർ ഇട്ടിട്ടുണ്ടോ നോക്കി, ഇട്ടിട്ടില്ലെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ആരും ഇട്ടിട്ടില്ലായിരുന്നു, ഞാനാണ് ആ ജോയിന്റ് ഡിക്ലറേഷൻ എടുത്ത് വെച്ചത്. നോക്ക്, ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പുറത്ത് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അകത്തല്ല, അവർ ഒരു കാലത്തും അകത്തല്ലായിരുന്നു. അപ്പൊ അകത്തല്ലാത്ത അവര് ഒരു കാലഘട്ടത്തിൽ ഈ സഭ യോജിച്ചു നിന്ന കാലഘട്ടത്തിൽ, അത് യാക്കൂബ് തൃതീയന്റെ ഔദാര്യത്തിലാണ് ഈ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് എത്യോപ്യ കാണുന്നത് തന്നെ. അപ്പൊ അങ്ങനെ എത്യോപ്യയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം അവിടെ കൂടി പറ്റി. കാരണം എത്യോപ്യ രാജാവും ആ രാജാവിന്റെ പിന്നെ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ
അത് ഓൾറെഡി ഒരു രാജ്യമായതുകൊണ്ട് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ടാകും, അങ്ങനെ രാജ്യതലവന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ ആ ഒരു തരത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രസക്തി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ പൗലൂസ് മാർ ഗ്രിഗോറിയോസിന് കിട്ടിയ എന്തെങ്കിലുമൊക്കെ പേരോ പ്രശസ്തിയോ സ്വാധീനമോ ഒക്കെ കിട്ടിയെങ്കിൽ അത് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ബെനവലൻസ് ആണ്. ബെനവലൻസ് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നുള്ളൂ, പിച്ചയാണ്, കേവലം പിച്ച. തലമറന്ന് എണ്ണ തേച്ചു പൗലൂസ് മാർ ഗ്രിഗോറിയോസ്, അതിന്റെ അനുഭവിച്ചു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന് സ്വന്തം സഭയിൽ നിന്ന് കിട്ടുന്നത് കൂക്കുവിളിയായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു വാനറെ ചട്ടമ്പികളെ ഇറക്കി പഴയ സെമിനാരിക്കകത്ത് നിർത്തി പൗലൂസ് മാർ ഗ്രിഗോറിയോസ് പ്രസംഗിക്കുമ്പോൾ ഒരക്ഷരം പ്രസംഗിക്കാതെ കൂകി ഓടിപ്പിക്കുക. അന്ന് ആളെ ഇറക്കി കൂവിച്ചാള് ഇന്ന് അലിബാബയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം അങ്ങനെയായിരുന്നു. തലമറന്ന് എണ്ണ തേക്കുന്നവരുടെ ഒക്കെ അവസാനം ശുഭകരമല്ല. പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തലമറന്ന് എണ്ണ തേച്ചു. ആ ഒരു ഐക്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഓറിയന്റൽ സഭകളുമായിട്ടൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് ആ അമ്മാവൻ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പ് ഇപ്പോഴും മൂട്ടി തപ്പി നോക്കിക്കൊണ്ട് IOC പിള്ളേർ സോഷ്യൽ മീഡിയ വഴി അലഞ്ഞു തിരിഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, തിരുമേനി പറഞ്ഞു നമ്മൾ അനാഥരാണ്, നമ്മൾ ആരുമില്ലാത്തവരാണ്. ഓറിയന്റൽ സഭയിലെ അംഗമെന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യം നോക്കണം, നമ്മളിങ്ങനെ പോകും. പിന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക്, കാരണം നമ്മൾ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ലിറ്റർജി അതേപടി കോപ്പി അടിച്ചിരിക്കുന്നുണ്ട്, ആ കാര്യത്തിൽ പേടിക്കാനില്ല, ഒന്നും പേടിക്കണ്ട. എന്നാ പേടിക്കാനാ? അപ്പൊ അതുകൊണ്ട് വിശ്വാസം കറക്റ്റാണ്. അങ്ങനെയല്ലല്ലോ. റഷ്യക്കാരെ വിളിച്ച് അടുക്കള കയറ്റി ഇരുത്തുമ്പോൾ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ ഒറ്റിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു. ഈ സത്യവിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായവർ റഷ്യൻ സഭയുടെ വിശ്വാസമാണ് തങ്ങളുടേതെന്ന് കഞ്ഞിക്കുഴി സഭ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് സെവേറിയോസിന്, സുറിയാനിക്കാരുടെ കിരീടമായിരിക്കുന്ന സെവേറിയോസിന് അന്ത്യോക്യ വിട്ടുപോകേണ്ടി വരില്ലായിരുന്നു. അന്ത്യോക്യ വിട്ടുപോകേണ്ടി വന്നിട്ടും താനൊരു കൊച്ചു വഞ്ചിയിൽ കയറി അന്ത്യോക്യയിൽ നിന്ന് പോകുമ്പോൾ ആ രാത്രിയിൽ താൻ തിരിഞ്ഞ് നിറകണ്ണുകളോടെ അന്ത്യോക്യയിലേക്ക് നോക്കുമ്പോൾ തന്റെ വഞ്ചി ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ ഒരു വാക്ക്, ഇന്ന് ഈ കഞ്ഞിക്കുഴിക്കാർ പറഞ്ഞ പോലെ ഒരു വാക്കൊന്ന് മാറ്റി പറഞ്ഞു. ചക്രവർത്തിക്ക് വലിയ ഇഷ്ടമാണ് സെവേറിയോസ് പാത്രിയർക്കീസിന്, ഒരു വാക്ക് മാറ്റി പറഞ്ഞാൽ മതി. ഇല്ല. അപ്പൊ തന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്ന്, തന്റെ പരിചയപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, സൗഹൃദ വലയങ്ങളിൽ നിന്ന്, താൻ ബലിയർപ്പിച്ച അൾത്താരകളിൽ നിന്ന് എല്ലാം അകന്നകന്ന് പോവാം. തികച്ചും അനിശ്ചിതത്വത്തിന്റെ, തികച്ചും അജ്ഞാതമായ ഭൂമികകളിലേക്ക്, ഈജിപ്തിലേക്ക് പോവാണ്. നമ്മുടെ കർത്താവിനെ കൊണ്ട് അമ്മ മറിയവും ഓടിപ്പോയത് ഈജിപ്തിലേക്കാണ്. അപ്പൊ അതുപോലെ തന്നെ സെവേറിയോസ് പാത്രിയർക്കീസും അതേ ഈജിപ്തിലേക്ക് പോവാണ്. ഈജിപ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു, എങ്കിലും തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നാട് കടത്തപ്പെട്ടു, അദ്ദേഹം പോകേണ്ടി വന്നു. ആ സത്യവിശ്വാസത്തെയാണ് ഇവരെന്ത് ചെയ്തേ? റഷ്യൻ രഹസ്യ ബാന്ധവത്തിന്റെ മണിയറകളിൽ അവർ രമിക്കുമ്പോൾ അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് സെവേറിയോസ് അടക്കമുള്ള പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച സത്യവിശ്വാസത്തെ ഒറ്റക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു. നീചന്മാരുടെയും അധമന്മാരുടെയും ഈ സംഘം പിന്നെയും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നു, ഞങ്ങൾ പിന്നെയും ഓറിയന്റൽസ് ആണ്. എന്ത് ഓറിയന്റൽസ്? യു ആർ നോട്ട് ഓറിയന്റൽസ്. ഈ വാർത്ത നിങ്ങൾ റഷ്യക്കാരുമായിട്ട് നടത്തി ഈ ചർച്ചയെ പറ്റിയൊക്കെ ഉണ്ടല്ലോ, കോപ്റ്റിക്കാരറിഞ്ഞാൽ അവർ നിങ്ങളെ ആട്ടും, നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അവർക്കൊന്നും അറിയില്ല. ഇതാണ് യാഥാർത്ഥ്യം കേട്ടോ. IOCക്കാർ പിള്ളേർ നിങ്ങളധികം ചെളിയണ്ട. നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഗ്രൂപ്പാണ് എക്ലീഷ്യാസ്റ്റിക്കൽ ഐഡന്റിറ്റി. ഞാൻ ആദ്യം പറഞ്ഞതാണ്, തിരുമേനി പറയണം എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം നിർവചിച്ചത്, എവിടെയാണ് നിങ്ങളുടെ തിയോളജി രൂപപ്പെട്ടത്, ഇതിനൊക്കെ ഉത്തരം പൂരിപ്പിക്കണം. ഒരു സഭയാണെന്ന് പറയുമ്പോൾ ആ സഭയ്ക്ക് അങ്ങനെ ഒരു പൈതൃകം വേണ്ടേ? തിയോളജിക്കൽ ഹെറിറ്റേജ് വേണ്ടേ? അല്ല എങ്ങനെ നമുക്ക് സഭയാകാമെന്ന് പറഞ്ഞു? അത് പെന്തക്കോസ് പോലെ അല്ലേ തിരുമേനി? ഞാനും നിക്കോളാസ് തിരുമേനിയും കൂടെ ഒരിക്കലും ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ സംസാരിച്ചാണ്. അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല രസമായിട്ടന്ന് തിരുമേനി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പെന്തക്കോസ്റ്റൽ ഉപദേശം എത്രമാത്രം ദോഷകരമാണെന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടന്ന് തിരുമേനി സംസാരിച്ചു. അന്ന് തിരുമേനി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞങ്ങളൊക്കെ ഇവരെ സെക്ടേറിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പെന്തക്കോസ്റ്റ് ബ്രദറൻ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ കൂടുതൽ മോസ്റ്റ് ഓഫ് ദം ആർ സെക്ടേറിയൻസ്. എന്നിട്ട് സെക്ടേറിയൻസ് എന്താണെന്നും തിരുമേനി പറഞ്ഞിട്ടുണ്ട് ആ പഴയ വീഡിയോയിൽ. ഇതിപ്പോ അറം പറ്റി പോയ പോലെ ആയിപ്പോയി. കാരണം ഇപ്പം ഓറിയന്റൽ സഭകളിലെ പ്രമുഖ പാത്രികീസുമാർ ചേർന്ന് ജോയിന്റ് ഡിക്ലറേഷൻ വെക്കുമ്പോൾ അവർ നമ്മളെ സെക്ടേറിയൻസ് വിളിച്ചല്ലോ എന്ന് IOCക്കാർ ഓരോരുത്തരും ഓർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് അതത്ര മോശമൊന്നുമല്ല സെക്ടേറിയൻസ് എന്ന് പറഞ്ഞാൽ, കാരണം ഈ ഒരു മാതൃ സസ്യത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്, ഒരു ലൈഫില്ലാതെ, തായ്തടിയുമായി ബന്ധമില്ലാതെ. ഇത് കർത്താവായ യേശുക്രിസ്തു വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് മുന്തിരിവള്ളിയുടെ ശാഖകളെ പറ്റി. എന്നിൽ വസിച്ചിട്ടല്ലാതെ, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയില്ല. അപ്പൊ ഒരു മുന്തിരിവള്ളിയുടെ ശാഖകൾ എന്നതുപോലെ
ആദ്യം മുതലുള്ള ആ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ശാഖയായിരിക്കണം. അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ആദ്യം മുതലുള്ള ആ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ശാഖയാണ് കഞ്ഞിക്കുഴിയിലെ സഭയെങ്കിൽ അത് ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾ അതിന്റെ ശാഖയാകുന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഏത് മാർഗത്തിലൂടെയാണ്? അതുകൊണ്ടാണ് നിക്കാ വിശ്വാസ പ്രമാണം ക്ലോസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റിൽ എന്താ അവർ പറയുന്നത്? നിക്കാ വിശ്വാസ പ്രമാണം പറയുമ്പോൾ ഞാൻ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ വിശ്വസിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ധൂപക്കുറ്റി വീശിക്കൊണ്ട് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർ എങ്ങനെ ആ ഭാഗം ഏറ്റുചൊല്ലും? ഞാൻ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ വിശ്വസിക്കുന്നു. കാതോലികമായ സഭ എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയാണ്. സാർവത്രിക സഭ ഏകമാണെന്നും അത് ശ്ലൈഹികമാണെന്നും അത് വിശുദ്ധമാണെന്നും ഏറ്റുപറയുമ്പോൾ മൂക്കിന് കീഴെ നടന്ന ഈ കോൺ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. യു സെപ്പറേറ്റഡ് യുവർ സെൽഫ് ഫ്രം ദിസ് ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാര് ഈ വിശ്വാസ പ്രമാണം ഈ ക്രീഡ് എഴുതുമ്പോൾ അവരും ഈ പുരാതന സഭ ഏകമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പൊട്ടുവീണ് കെളുത്താണെന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെയൊക്കെ പലതും ഉണ്ട്. പെന്തക്കോസുകാരുണ്ട്. അന്നാമ്മയുടെ സഭ, മറിയാമ്മയുടെ സഭ, ചെറിയാച്ചന്റെ സഭ, കറിയാച്ചന്റെ സഭ, തങ്കൂന്റെ സഭ, താരൂന്റെ സഭ, ടിന്നുവിന്റെ സഭ, ബിനുവിന്റെ സഭ, അനുവിന്റെ സഭ, ഇങ്ങനെ പലരുടെയും സഭ, പാപ്പച്ചന്റെ സഭ, ഇങ്ങനെ അങ്ങനെയുണ്ട്. അപ്പൊ അതുപോലെ പട്ടശ്ശേരിയുടെ സഭ, കഞ്ഞിക്കുഴി സഭ, മനോരമക്കാരുടെ സഭ എന്ന് ചെല്ലു പറയും. അത് ദോഷൈക ദൃക്കുകളാണ്. അല്ലാതെ ഹിസ്റ്റോറിക്കൽ ചർച്ചുമായിട്ട് നിങ്ങൾ എപ്പോഴാണ് ഇതുവഴിയാണ് ബന്ധപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം പൂരിപ്പിക്കട്ടോ. ഏതായാലും ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. മാധ്യമ ഹിജടകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. നിങ്ങൾ ഇതിന് ഉത്തരം പൂരിപ്പിക്കുക. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എങ്ങനെ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ഭാഗമാകും? ഏത് റൂട്ടിൽ കൂടെയാണ്? മുന്തിരിവള്ളിയുടെ ശാഖയാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് ഈ മുന്തിരിവള്ളിയുടെ ശാഖയായിട്ട് നിങ്ങൾ നിൽക്കുന്നത്? ഒരു പെന്തക്കോസ്റ്റൽ സഭയുമായിട്ട്, കുമ്പനാട്ടെ IPCയുമായിട്ട് നിങ്ങൾക്ക് എന്ത് മെച്ചമാണുള്ളത്? കൂടുതൽ മെച്ചം ഹിസ്റ്റോറിസിറ്റി എന്ത്? നിങ്ങൾ ഈ ചർച്ചുമായിട്ട് നിങ്ങളുടെ എക്ലീഷ്യാസ്റ്റിക്കൽ ഐഡന്റിറ്റി എന്താണ്? നോ എക്ലീഷ്യാസ്റ്റിക്കൽ ഐഡന്റിറ്റി. അതാണ് നമ്മൾ അതാ പറയേണ്ടത്. അപ്പൊ ഇതുമായിട്ട്, അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ചർച്ച് ബോഡിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ തികച്ചും വ്യത്യസ്തമായ ഒരു ചർച്ച് ബോഡിയാണ് ഞങ്ങൾ. അതാണ് പെന്തക്കോസ്ത് വിഭാഗക്കാർ ഓരോരുത്തരും പറയുന്നത്. 900 സഭകളാണ്. പക്ഷെ സഭ ഒന്നാണ്. സഭ ഒന്നാണ്. ആ ഏകമായ, കാതോലികമായ, വിശുദ്ധമായ, ശ്ലൈഹികമായ ആ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് പറയുന്നത്. ആ സഭയുമായിട്ട് എങ്ങനെ ബന്ധം വരും? ആ സഭയുമായിട്ട് എങ്ങനെ ബന്ധം വരും? ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ആ സഭയുമായിട്ട് എങ്ങനെ ബന്ധം വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പൂരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉത്തരം പൂരിപ്പിക്കുക. ഉത്തരം കിട്ടിയ വിവരത്തിനൊരു കത്തയക്കുക. തിരുവെഴുത്ത് പറയുന്ന പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അപ്പോ ഈ സംഘടനയായിട്ടില്ല. ഐക്യം എവിടെയാണ്? ആത്മാവിലാണ്. കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്. എന്നിട്ട് പറയാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പം പ്രത്യാശ ഒന്ന്, വൺ ഹോപ്പ്. ശരീരം ഒന്ന്, ബോഡി, വൺ ബോഡി. ആത്മാവൊന്ന്, വൺ സ്പിരിറ്റ്. കർത്താവ് ഒരുവൻ, വൺ ലോർഡ്. വിശ്വാസം ഒന്ന്, വൺ ഫെയ്ത്ത്. സ്നാനം ഒന്ന്, വൺ ബാപ്റ്റിസം. കണ്ടോ? പിതാവായ ദൈവം ഒന്ന്. അപ്പൊ വൺ ബോഡി, വൺ ഹോപ്പ്, വൺ സ്പിരിറ്റ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. അപ്പൊ ഇതൊന്നാണ് സഭ. അപ്പൊ എവിടെയാ ഒന്നാകുന്നത്? അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പൊ ആ യൂണിറ്റി കണ്ട് പൗലോസിലേക്ക് എത്തുന്ന എവിടെയാണെന്നറിയോ? അപ്പം ഒന്നാകുന്നു. അപ്പോ ഈ പറഞ്ഞ വൺ ബോഡി, വൺ സ്പിരിറ്റ്, വൺ ഫെയ്ത്ത്, വൺ ലോർഡ്, വൺ ബാപ്റ്റിസം, വൺ ലോർഡ് ആൻഡ് ഗോഡ്, അപ്പൊ ഇതും വൺ ഹോപ്പ്, ഇത് മുഴുവൻ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? വൺ ഹോപ്പ്, പ്രത്യാശ ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, കർത്താവൊന്ന്, ഇതെല്ലാം ഒന്ന്. ആ ഒരുമ എവിടെയാണ് മെറ്റീരിയലൈസ് ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ അത് അപ്പം ഒന്നാകുമ്പോഴാണ്. അതാണ് പൗലോസ് എഴുതിയത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, വൺ ബോഡി. ഇവിടെ പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അത് ഈ ഫെസിലിറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇതുണ്ടോ? കർത്താവ് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ച പോലെ ശരീരം ഒന്ന്. ഏക പ്രത്യാശ, പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാം ഒന്ന്. ഈ ശരീരം ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പം ഒന്നാകുമ്പോൾ. അപ്പം ഒന്നാണോ?
അപ്പം ഒന്നാകുമ്പോൾ പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ഒന്നാകുന്നത് കൊണ്ട്, മനസ്സിലായോ? അപ്പം ഒന്നാകുന്നത് കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അത് അപ്പം ഒന്നാകണം. അപ്പം ഒന്നാകുമ്പോൾ പലരായ നാം ഒരു ശരീരമാകുന്നു. ഈ പൗലോസ്ലീഹായുടെ ഈ വചനത്തിന്റെ ആ ആത്മീകമായ ആന്തരികമായ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് കോൺ സെലിബ്രേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് പാത്രിയർക്കീസ് ബാവായും അലക്സാണ്ട്രിയൻ പോപ്പും അവര് അർമേനിയൻ കാതോലിക്കായും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതുകൊണ്ടാണ് ന്യൂയോർക്കില് അവർ ഒരുമിച്ച് കഴിഞ്ഞ ഒക്ടോബർ 24 വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒക്ടോബർ 19 അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഒരുമിച്ച്. കോൺ സെലിബ്രേഷൻ അപ്പം ഒന്നാകുന്നത് കൊണ്ട്. അവരവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ നിക്കോളാസ് തിരുമേനി അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന് വേറെ കുർബാന അർപ്പിച്ചപ്പോൾ അപ്പം ഒന്നല്ല, അപ്പം രണ്ടായില്ലേ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അപ്പൊ അപ്പം ഒന്നാകുന്നു. ഇതാണ് എന്റെ കോൺസെപ്റ്റ്. ഇവിടെയാണ് സഭകളുടെ ഐക്യം. ഇല്ലാതെ ഈ ഒരാൾ ചത്തപ്പോ പൊലകുളി അടിയന്തരം നടത്തുമ്പോൾ ഒരു കത്ത് വന്നു, ഇന്നൊരുത്തനിട്ട് എനിക്ക് അയച്ചു തന്ന അത് അവിടെ അങ്ങാണ്ട് ചാവറിയിച്ചപ്പം അനുശോചനം അറിയിച്ചു. ചാവറിക്കും അനുശോചനം. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇപ്പം SNDP യോഗം അല്ലെങ്കിൽ അവരിപ്പോ ഒരു കത്തയക്കുക, ഞങ്ങളുടെ ഒരു പിന്നെ നേതാവ് ഇങ്ങനെ അന്തരിച്ചു, അപ്പൊ കണ്ടോളൻസസ്. അമേരിക്കൻ പ്രസിഡന്റിന് കത്തയച്ചു ഇവിടെ വൈറ്റ് ഹൗസിലോട്ട്, ഞങ്ങളൊരു തിരുമേനി ഇങ്ങനെ മരിച്ചുപോയി, അപ്പൊ കണ്ടോളൻസസ്. ജോ ബൈഡൻ നിങ്ങൾ അയച്ചാലും കിട്ടും, നിങ്ങൾക്ക് താമസം പിടിക്കും, 1-2 മാസം പിടിക്കും കത്ത് വരാൻ. അയ്യോ സോറി, കണ്ടോളൻസസ്. ഇതെടുത്ത് വെച്ചതോടെ നോക്കാം ഞങ്ങളൊരു സഭയാണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പൊ അപ്പം ഒന്നാകുന്നത് കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഇതാണ് ഇതിന്റെ യഥാർത്ഥ കോൺസെപ്റ്റ്. അപ്പൊ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ കോൺ സെലിബ്രേഷൻ നടക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ തെറ്റിദ്ധാരണകൾ മാറേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. സോ ഇത്രയും പറയേണ്ടി വന്നത് വളരെ മോശമായി പോയി എന്നറിയാം. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പലർക്കും വേദന ഉണ്ടാകും എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദിസ് ഈസ് എ റിയാലിറ്റി. ഈ കഴിഞ്ഞ ദിവസം അവര് ഇവിടെ ഈജിപ്തില് ഈ സഭകൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് അവര് അത് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു, ആ വിശുദ്ധ കുർബാന. എത്ര മനോഹരമായിട്ടാണ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. കാരണം അവരുടെ ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയാണ്. ഇപ്പം അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇവർ കണക്കാക്കുകയാണ്. കാരണം സഭകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന തന്നെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ അപേക്ഷ തന്നെ എന്താണ്? പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കണം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, ക്രിസ്തുവിന്റെ പ്രാർത്ഥന അർത്ഥപൂർണമാക്കി തീർക്കുവാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരുമിച്ചുള്ള കോൺ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാമെന്ന് ഞാൻ കരുതുകയാണ്. കുറെ കൂടെ ഇതാണ് ഇപ്പൊ തിരുമേനി നിസ്സാരവൽക്കരിച്ച് പറഞ്ഞ കേറോയിൽ ആരാണ്ടൊക്കെ കൂടെ കൂടി. അല്ല, കേറോയിൽ അങ്ങനെ ആരാണ്ട് കൂടിയല്ല. നിങ്ങൾ ആ പടം ശ്രദ്ധിച്ചു നോക്ക്. ആളില്ല. അതാ ഞാനീ പറഞ്ഞേ. അടുത്ത വർഷം ഇതുപോലെ ഇവര് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രതിനിധി അവിടെ കാണണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി ഇതിനകത്ത് കാണണം എന്നുള്ളതാണ്. കടമ്പനാട്, അടൂർ, കൊട്ടാരക്കര, കാസർഗോഡ് പോകുന്ന ബസ്സിൽ നമ്മുടെ അപ്പുറം തിരുമേനി, അദ്ദേഹത്തിന്റെ ആ ഭദ്രാസനത്തിന് അങ്ങനത്തെ പേരിട്ടോണ്ട് ഞാൻ തമാശ പറയുന്നത് കേട്ടോ, കളിയാക്കുന്നല്ല. അപ്പൊ ആ അടൂർ കടമ്പനാട് തിരുമേനി, അപ്പുറം തിരുമേനിയുടെ ആഗ്രഹം അതാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ എവിടെ പോയി നിൽക്കും? എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നമ്മൾ എങ്ങനെയാ ആരുമില്ലാത്തവരായി തീർന്നത് എന്ന് ചോദിക്കില്ലേ? ഇത് നോക്കി, ഇതുപോലെ പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ന്യൂയോർക്കിൽ എല്ലാ പിതാക്കന്മാരും കൂടെ ഒന്ന് ഒരുമിച്ച് വന്ന് ആ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോ അയ്യോസിക്കാരില്ല. എന്നിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല? സുറിയാനി സഭയുടെ ലിറ്റർജി വെച്ച് എത്യോപ്യൻ സഭയും എറിത്രിയൻ സഭയും അർമീനിയൻ സഭയും എത്യോപ്യൻ സഭയും എല്ലാവരും ചേർന്ന് സുറിയാനി സഭയുടെ ലിറ്റർജി വെച്ച് കോൺ സെലിബ്രേഷൻ നടത്തിയിട്ട് ന്യൂയോർക്കിലുള്ള ഒറ്റ അയ്യോസിക്കാരൻ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അത്രയും വലിയ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല?
നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ബിഷപ്പുമാരുണ്ട്, നമ്മൾ ആരാണ്? നിങ്ങൾ ഇനിയും ഞങ്ങളെ ചില ഇതുണ്ട്, ഈ രഹസ്യത്തിൽ പൊറപ്പിക്കുന്ന പെണ്ണുങ്ങൾ പൊട്ടിത്തെറിക്കും ചില സമയത്ത് ഈ ഇഷ്ടം കൂടാൻ വരുമ്പോൾ. നിങ്ങൾ ഇനി എന്തിനാ ഇതും കൊണ്ടുവരുന്നേ? എനിക്ക് എന്താണ് ഐഡന്റിറ്റി? ചില പെണ്ണുങ്ങൾ അങ്ങനെ പ്രതികരിക്കുകയില്ല. എൻ്റെ മകനൊരു പേര് വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഞെക്കിക്കൊല്ലുന്നൊക്കെ സിനിമയിൽ കാണാം. ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികൾ നിങ്ങളുടെ ബിഷപ്പുമാരോട് ചോദിക്കണം, എന്താണ് ഞങ്ങളുടെ ഐഡന്റിറ്റി, എന്താണ് ഞങ്ങളുടെ ഒരു അന്തസ്, നിങ്ങൾ പറ. ഇതുപോലെയുള്ള വേദികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണ്ടേ? ഇതുപോലെയുള്ള ഒരുമിച്ചുള്ള കുർബാനകളിൽ, ബലിവേദികളിൽ പങ്കെടുക്കേണ്ട IOC-ക്കാർ നിങ്ങളെ അകറ്റി നിർത്തുക. ഹോട്ടലിൽ ഒരു ധ്യാനത്തിന് പോയാൽ തന്നെ പറയും യാക്കോബക്കാർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം, കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള സെക്റ്റുകാർ എടുക്കരുതെന്ന് പറയത്തില്ലേ? പറയും. ഞാൻ കേട്ടിട്ടുണ്ട്, പോർട്ടലിൽ ഞാൻ പോയപ്പോൾ കേട്ടിട്ടുണ്ട്. കത്തോലിക്കരുടെ കുർബാനയ്ക്ക് എന്ന് കഴിഞ്ഞാൽ അവർ പറയും അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന വിഭാഗത്തിന് ഇത് പങ്കെടുക്കാവുന്നതാണ്. യാക്കോബക്കാരാന്ന് നുണ പറഞ്ഞിട്ടാണ് IOC-ക്കാർ ഏതെങ്കിലും കത്തോലിക്ക പള്ളിയിൽ പോയ കുർബാനയ്ക്ക് കൂടുന്നത്. ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ട്. ഇതാ യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ ഒന്നും നിങ്ങളെ കയറ്റാത്തല്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് യാതൊരു കുറവുമില്ല, കുഷ്ടവും ഇല്ല. നിങ്ങൾ സ്വയം നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കും. നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ ഒരു തടസ്സമില്ല, നിങ്ങൾക്കും വരാം, അവിടെ ഒരുമിച്ചിരിക്കാം. നിങ്ങളെ ആരാണ് തടയുന്നത്? ആരും തടയില്ല. അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ധൂർത്തനായ പുത്രൻ വരുമ്പോ ആ പിതാവ് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ആ ചിത്രം ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾ ഈ ചിത്രം നോക്കൂ. അങ്ങനെയല്ലത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് ചുരുക്കുകയാണ്. കാരണം ഇനിയും വിമർശനങ്ങൾ വരുമല്ലോ. എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഇത് വരും, എന്താണ് പറയുന്നത്, ഹ്യൂമർ ഓരോ ഇടുവേ. അപ്പം നോക്കി ബാക്കി അടുത്ത ദിവസം പ്രതികരിക്കാം. ഇപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ജ്ഞാനത്തിന് ഇത്ര മതി. ബാക്കി കാര്യങ്ങൾ പുറകാലെ അറിയിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ സങ്കടമുണ്ട് കേട്ടോ, വളരെ സങ്കടമുണ്ട്. കാരണം ഈ കോൺ സെലിബ്രേഷൻ ഇവിടെ നടക്കുമ്പോൾ ആത്മനിന്ദ അനുഭവിച്ച ഒരു ബിഷപ്പാണ് ഈ അപ്രയം പിതാവ്. അദ്ദേഹമാണ് ഈ കടമ്പനാട് അടൂര്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എത്ര നാൾ നമ്മളിങ്ങനെ പോകും. ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഈ മീറ്റിംഗ് അങ്ങ് മധ്യപൂർവ്വദേശത്തല്ല, ന്യൂയോർക്കിലെ ഈ വീഡിയോ സംസാരിച്ച നിക്കോളാസ് തിരുമേനിയുടെ മൂക്കിന് കീഴാണെന്ന് തിരുമേനി പോയില്ല. എന്തുകൊണ്ട് പോയില്ല? തിരുമേനിയുടെ അടുത്ത ആളുകൾ ചോദിക്കും, എന്നാ തിരുമേനി പോകാത്തെ, ഞങ്ങളെ കൊണ്ടുപോകാത്തെ, നമുക്കും പോകണ്ടേ, നമുക്ക് ഒരുമിച്ച് അപ്പം ഒന്നാകെ കൊണ്ട് പലതായ നാം ഒരു ശരീരമാകുന്നു എന്നല്ലേ പൗലോസ്ലീഹ പറഞ്ഞേ? നമ്മൾ ഒരു ശരീരമാകണ്ടേ? ഒരു ശരീരമല്ലേ? അതോ നമ്മൾ വേറെയാണോ? ആകയാൽ വിശ്വാസം ഒന്ന്, പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, കർത്താവ് ഒരുവൻ, മാമോദീസ ഒന്ന്, വിശ്വാസം ഒന്ന്. ദൈവമേ സ്തോത്രം. ആമേൻ.